ചിക്കൻ ബിരിയാണി റെഡിയാക്കിയാലോ. ആദ്യം തന്നെ മസാലയ്ക്കായിട്ട് ചിക്കനിലേക്ക് ഉപ്പ്, നാരങ്ങനീര്, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. പാനിലേക്ക് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് പേസ്റ്റാക്കി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വേവിച്ചെടുക്കുക. അപ്പോഴത്തേനും മസാല റെഡിയാവും. ഈ സമയത്ത് നമ്മൾ അരി വേവിച്ച് വെച്ചിരിക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ് ഇത്രയും ചേർത്ത് അരി വേവിച്ച് ഊറ്റി മാറ്റി വെക്കണം. ഇനി ലെയറാണ് ചെയ്യേണ്ടത്. മസാല വെച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട്. മല്ലിയില, പുതിനയില, പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ലെയർ കംപ്ലീറ്റ് ആവും. വീണ്ടും ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ലെയർ ചെയ്തെടുക്കാം. മസാല ചേർത്ത് കൊടുക്കുക, അരി ഇട്ട് കൊടുക്കുക, പിന്നെയും സവാള നല്ല നൈസായിട്ട് അരിഞ്ഞ് മൂപ്പിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തെടുക്കാൻ പറ്റിയാൽ നമ്മുടെ ബിരിയാണി റെഡി.